ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്കാണ്. ബീഹാറിൽ മഹാനാടകം. ബീഹാറിൽ രാഷ്ട്രീയ കൂട്ടിക്കിഴിക്കലുകൾ തുടരുകയാണ്. നാളെ JDUവും NDAയും നിർണായക യോഗം ചേരും. മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെക്കുന്നതിന് പകരം RJD മന്ത്രിമാരെ പുറത്താക്കാനാണ് പുതിയ നീക്കമെന്ന് സൂചന. മഹാസഖ്യ സർക്കാരിനെ നിലനിർത്താൻ RJDയും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഒരു വിഭാഗം JDU MLAമാർ നിലവിൽ RJDക്ക് ഒപ്പമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് പകരം RJD മന്ത്രിമാരെ പുറത്താക്കിക്കൊണ്ട് സർക്കാരിനെ പിടിച്ചെടുക്കാൻ ആലോചന നടക്കുന്നുണ്ട്. RJD അംഗമായ സ്പീക്കർ അവധ് ബിഹാരി ചൗധരിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നേക്കും. നിതീഷ് മുഖ്യമന്ത്രിയായി തുടരും. 2 ഉപമുഖ്യമന്ത്രി പദവും സ്പീക്കർ കസേരയും ഏറ്റെടുക്കാനാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ നാളെ പട്നയിലെത്തുമെന്നാണ് സൂചന. നിതീഷ് NDAയിലേക്ക് തിരിച്ചെത്തുന്നതിൽ എതിർപ്പറിയിച്ച സഖ്യകക്ഷി നേതാവ് ചിരാഗ് പസ്വാനെ ഡൽഹിക്ക് വിളിപ്പിച്ച് അമിത്ഷയും JP നദ്ദയും സാഹചര്യം ബോധ്യപ്പെടുത്തി. അതേസമയം നിതീഷിനുള്ള പിന്തുണ പിൻവലിച്ച് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടാനുള്ള നീക്കത്തിലാണ് RJD. ചില കാര്യങ്ങൾ നിതീഷിന്റെ നിയന്ത്രണത്തിലല്ലെന്ന് RJD നേതാവ് തേജസ് യാദവ് പ്രതികരിച്ചു. JDU, BJP എന്നീ പാർട്ടികളിലെ യാദവ മുസ്ലിം MLAമാരുമായി RJD നേതൃത്വം ആശയവിനിമയം നടത്തിയതായാണ് വിവരം. ചില കോൺഗ്രസ് അംഗങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് BJP ക്യാമ്പ് അവകാശപ്പെട്ടതിന് പിന്നാലെ പൂർണിയയിൽ വിളിച്ച യോഗത്തിൽ കോൺഗ്രസിന്റെ 19 അംഗങ്ങളിൽ 5 പേർ മാത്രമാണ് എത്തിയത്. ഇതോടെ ഭൂപേഷ് ബാഗേലിനെ കോൺഗ്രസ് ബീഹാറിലേക്ക് നിരീക്ഷകനായി നിയോഗിച്ചു. 24 ഡൽഹി.